ഹലോ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ പാർട്ടിയോട് ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് രണ്ടാമത്തെ പാർട്ട്, ദി ഓൾഡ് ഗാർഡ്. 2025 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഫാന്റസി മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ല എന്നുള്ളവർ ദേ മുകളിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നേരെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികം പറഞ്ഞ സമയം കളയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ പാർട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഏതോ ഒരു വലിയ കടല്, അതിന് നടുവിലായിട്ട് ഒരു ചെറിയ കപ്പൽ നിൽപ്പുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കപ്പലിൽ ഒരു സ്ത്രീയുണ്ട്. അതേപോലെ തന്നെ അവളെ സഹായിക്കാനായിട്ട് 1-2 പേര്. ഇപ്പൊ പെട്ടെന്നാണ് ആ ഒരു കടലിനടിയിൽ നിന്നും നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ക്യൂൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ അടച്ചിട്ടിരിക്കുന്ന ഇരുമ്പ് ശവപ്പെട്ടി ഉണ്ടല്ലോ, അതിപ്പോ ഈ ഒരു ബോട്ടിലേക്ക് വലിച്ചിങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്ത്രീ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് അവളെ പറ്റി നല്ലതുപോലെ അറിയുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്ത്രീയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ആ ഒരു ശവപ്പെട്ടി മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ മുഖഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ഒരാൾ വന്ന് ഇങ്ങനെ തട്ടി ഇളക്കാണ്. അങ്ങനെ അടിച്ചടിച്ച അവസാനം ആ ഒരു മുഖം വലിച്ചിളക്കുന്നതും പെട്ടെന്ന് അതിനകത്തുനിന്ന് ക്യൂൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണാലറി വിളിച്ച് ഈ ആദ്യമായിട്ട് പുറലോകമെല്ലാം കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ അവളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നൈലെ അവളിപ്പോ ഒരു ബോട്ടിലെ ഒരു വലിയ ബംഗ്ലാവിന്റെ മുന്നിലായിട്ട് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എന്നിട്ട് അവരുടെ ടീമിന് എന്തോ ഒരു നിർദ്ദേശം കൊടുക്കാണ്. കാണിക്കുമ്പോഴത്തേക്കാൻ ആ ഒരു വീടിന് പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഹീറോയിൻ, നിക്കി, ജോയി, ജെയിംസ് ഇവരെല്ലാവരും ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബംഗ്ലാവിൽ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ആയുധ കച്ചവടം, അതേപോലെ തന്നെ ഡ്രഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ടാണ് ജെയിംസ് ഇവരെയും കൂട്ടി ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ പാട്ടിൽ തന്നെ ഇവർ പറഞ്ഞിരുന്നു തെറ്റ് ചെയ്യുന്നവരെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു ഗ്രൂപ്പായിട്ട് ചേരാന്ന്. അതുപോലെ ഇവരിപ്പോൾ അവിടെയുള്ള ഓരോ സെക്യൂരിറ്റികളായിട്ട് പതിയെ ചെന്ന് കൊന്നുവന്ന് ഇപ്പൊ ഇവർക്കുള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെളിയിലുള്ള ആ ഒരു സെക്യൂരിറ്റികളെല്ലാം അവിടെ നിന്ന് മാറ്റണമല്ലോ. അതുകൊണ്ട് നമ്മുടെ നിക്കിയും ജോയും ഓടി വന്ന് അവരാണെങ്കിൽ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്ന മുകളിലേക്ക്. ഈ ഒരു ശബ്ദം കിട്ടി എല്ലാവരും താഴെ ഇറങ്ങി വരും. എന്നിട്ട് വെളിയിൽ കിടക്കുന്ന 2 കാറുണ്ട്. ഈ ഒരു 2 കാറും 2 പേര് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നതും ഇപ്പൊ അവിടെയുള്ള എല്ലാവരും ഇവരുടെ പുറകെ തന്നെ പോവാണ്. ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയിനും ജെയിംസും ആ ഒരു ബംഗ്ലാവിനുള്ളിലേക്ക് കയറും. അങ്ങനെ അകത്തേക്ക് ചെന്നതിന് ശേഷം ഇവർ രണ്ടുപേരും പല വശങ്ങളിലായിട്ട് ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഓരോരുത്തർ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നതും നമ്മുടെ ജെയിംസിന് പ്രത്യേകം ഫൈറ്റ് ചെയ്യാൻ അറിയാം. അതേപോലെ തന്നെ ഹീറോയിൻ ഇപ്പോഴും ആ ഒരു പവർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവളുടേതായ രീതിയിൽ അത് കഴിഞ്ഞ പാട്ടിൽ തന്നെ നമ്മൾ കണ്ടു ഹീറോയിൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി പ്രത്യേകം പറഞ്ഞ് സമയം കളയുന്നില്ല. അവിടെയുള്ള എല്ലാവരെയും ഹീറോയിനും ജെയിംസും കൂടി ചേർന്ന് കൊല്ലുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ നൈലുണ്ടല്ലോ, അവൾ ആ ഒരു ബോട്ട് നല്ല സ്പീഡിന് ഓടിച്ച് ഈ ഒരു കരയിലേക്ക് ഇടിച്ചു കയറ്റിയിട്ട് അവളും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരികയാണ്. ഇവിടെ നമ്മുടെ ജോയും നിക്കിയും ഇവർ രണ്ടുപേരും ഈ ഒരു കാർ കുറെ ദൂരം ഓടിച്ചോണ്ട് പോയിട്ട് ഓക്കെ നമുക്ക് എന്തായാലും അവരെ ഇട്ടൊന്ന് കറക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി അങ്ങ് തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് 2 ബൈക്കുകാരന്മാരുണ്ടല്ലോ, അവരാണ് ഇവരുടെ പുറകെ വരുന്നത്. അതിലൊരുത്തനെ ഇവർ ഇടിച്ചങ്ങ് തെറിപ്പിക്കും. ഇനി ഒരുത്തനും കൂടിയേ ഉള്ളൂ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ എതിർവശത്ത് വണ്ടിയിലെ കുറച്ച് ആളുകൾ ഇങ്ങനെ വരുന്നു, ഇവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നിക്കി ഉണ്ടല്ലോ, അവൻ ഓടിക്കുന്ന ആ ഒരു കാറിൽ നിന്നും പെട്ടെന്ന് ജോയ് ഓടിക്കുന്ന ആ ഒരു കാറിലേക്ക് ചാടിയങ്ങ് വീഴും. എന്നിട്ട് തൂങ്ങിയനെ കിടക്കാണ്. എന്നിട്ട് ആ ഒരു കാറിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലുള്ള എല്ലാവരും മരിച്ചിട്ട് നിക്കിയുടെ ആ ഒരു വണ്ടിയിലേക്ക് ഈ ഒരു വണ്ടി വന്ന് ഇടിച്ച് അതങ്ങ് തകർന്നു വീഴുന്നു. അപ്പോഴേക്കും നിക്കി ഒരു കാറിൽ ഇങ്ങനെ തൂങ്ങി കിടക്കാണല്ലോ. പുറകിലാണെങ്കിൽ ഒരു ബൈക്കറും ഉണ്ട്. അവൻ പുറകെ വരുമ്പോഴത്തേക്കും നിക്കി ഇങ്ങനെ തൂങ്ങി കിടന്നിട്ട് അവന്റെ കാല് തറയിൽ കിടന്ന് ഇഴഞ്ഞിട്ട് അതിപ്പോ മുറിഞ്ഞു പോകുന്നു. പക്ഷെ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് റീജനറേറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഇവൻ ഒരു വിധത്തിൽ ആ ഒരു കാറിനകത്തേക്ക് കയറുന്നതും ഈ ഒരു വണ്ടി കൊണ്ട് തിരിച്ചു നിർത്തുമ്പോൾ ഈ ഒരു ബൈക്കറും അതിലേക്ക് വന്ന് ഇടിച്ച് അവനും താഴെ വീഴുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ നൈല് ഈ ഒരു വീടിന്റെ ചുമരു വഴി പിടിച്ച് മുകളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള 1-2 പേരെ ഷൂട്ട് ചെയ്ത് കൊല്ലുമ്പോഴത്തേക്കാണ് ഇവർ തിരക്കി വന്ന ആ ഒരു പ്രധാന ബോസ് ഉണ്ടല്ലോ, അയാള് ഇതിനകത്തേക്ക് കയറി വരുന്നു. അപ്പൊ അവര് ഒരുപാട് പേര് ഉള്ളത് കൊണ്ട് തന്നെ നൈൽ അങ്ങനെ അവിടെയുള്ള ഒരു കൊടിയുണ്ട്, അതിലേക്ക് പിടിച്ച് തൂങ്ങി നേരെ താഴേക്ക് നമ്മുടെ ഹീറോയിനുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്ന് വീഴും. എന്നിട്ട് ഇവര് 3 പേരും പതിയെ വീണ്ടും മുകളിലേക്ക് കയറി ചെന്നിട്ട് ആ ഒരു പ്രധാനപ്പെട്ട തലവനുണ്ടല്ലോ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അതോടെ അവന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിരുന്ന് മദ്യമെല്ലാം കഴിച്ചിട്ട് ഓരോ തമാശകളെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്താണ് ജെയിംസിന് ഒരു കോള് വരുന്നു. അവനടുത്ത് സംസാരിക്കുമ്പോൾ ഇവരിപ്പോ കൊല്ലാനായിട്ട് ചെന്നല്ലോ, അവരല്ല പ്രധാനപ്പെട്ട ബയ്യർ. ഈ ഒരു ആയുധങ്ങളെല്ലാം ഇവർ മറ്റൊരിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതാരാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി. ഈ ഒരു കാര്യം വന്ന് നമ്മുടെ ഹീറോയിനോടും നൈലിനോടും പറയും. എന്നിട്ട് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അതെ ഈ ഒരു CCTV ഫൂട്ടേജ് മാത്രം ഉണ്ടെന്നും പറഞ്ഞ് അതെടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നൈല് പെട്ടെന്ന് അല്ല വെയിറ്റ്, ഈ ഒരാളെ ഞാൻ കണ്ടതുപോലെ, അതെ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, എന്റെ സ്വപ്നത്തിലാണ്, പക്ഷെ അത് ക്ലിയർ അല്ല, അതുകൊണ്ട് ഇതും അതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല നീ എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവര് വലിയൊരു അറയ്ക്കുള്ളിലേക്ക് കയറി പോകുന്നത് പോലെ അവിടെയാണെങ്കിൽ ഒരുപാട് ബുക്കുകളുണ്ട്. ആ ഒരു ബുക്കുകളിൽ അവർ നോക്കിയിട്ട് അതിനകത്ത് ഈ ഒരു ബുക്കുകളിലെ എഴുതുന്ന ഒരാളുണ്ട്. പക്ഷെ അയാളുടെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ ഒരു കത്തി ഉപയോഗിച്ച് കുത്തിയതിനു ശേഷം ഈ ഒരു ബുക്കുകളെല്ലാം അവരെടുത്തോണ്ട് പോകുന്നു.
ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഇതും നമ്മുടെ കാര്യമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഇവരാണ് നമ്മുടെ ക്യൂനെയും ആ ഒരു കടലിൽ നിന്നും പുറത്തിറക്കിയത്. അപ്പൊ ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഹീറോയും പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ജെയിംസും എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാനും അറിയിക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പാരീസിലെ മറ്റൊരു ഭാഗത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബുക്കർ ഒരു വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ ഒരു സീനാണ് നമ്മൾ കഴിഞ്ഞ പാട്ടിന്റെ അവസാനം കണ്ടത്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത് ക്യൂൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണാണ്. അപ്പൊ അവള് പറയും, അപ്പൊ അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചു, അതുകൊണ്ട് പറയ് ആൻഡ്രൂ മിക്കാന, അത് വേറെ ആരുമില്ല നമ്മുടെ ഹീറോയിന്റെ പേരാണ്, അവളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ബുക്കറിനെ വേറൊരാൾ ചാക്കെല്ലാം തലയിലിട്ടിട്ട് അവൻ എവിടേക്കും എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിനും ജെയിംസും വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നൈലെ, നിക്കി, ജോയി ഇവര് മൂന്നുപേരോടും നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോ, നല്ലതുപോലെ എൻജോയ് ചെയ്യ് എന്നെല്ലാം പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ ജോയി ഇപ്പോൾ നിക്കിയോട് പറയും, ശരി ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒറ്റയ്ക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ നൈലിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നിക്കി ചോദിക്കും, അല്ല അവനെവിടെ പോയി, അവന് കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന്, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ജോയി ഒരു കാറിലേക്ക് കയറി എവിടേക്ക് പോകുന്നു. പക്ഷേ അവരുടെ പുറകെ തന്നെ ഇവര് രണ്ടുപേരും ഉണ്ട്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ക്യൂൻ ബുക്കറിനെ ഒരിടത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയും, ഇനി അവളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ബുക്കർ പറയും, അല്ല ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ, എന്നെ അവര് മാറ്റി നിർത്തിയേക്കാണ്, അതുകൊണ്ട് അവരെവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അല്ല നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചത്? അത് എളുപ്പമായിരുന്നു, നീയാണെങ്കിൽ ഈ ഒരു പാരീസിന്റെ നഗരത്തില് മദ്യം വെച്ച് ഇങ്ങനെ കുടിച്ച് നടക്കുമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓ അങ്ങനെയാണല്ലേ ക്യൂൻ, അപ്പോ ഇതല്ല ശരിയായിട്ടുള്ള വഴി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരിൽ നിന്ന് മാറി നിൽക്കാണ്, അതുകൊണ്ട് അവളെ കണ്ടുപിടിക്കാനായിട്ട് വേറെ വഴി നീ നോക്കിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ക്യൂൻ അടുത്തിരിക്കുന്ന ആ ഒരാളോട് പറയും, ഇയാൾക്ക് മാറ്റാനായിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പൊ അയാൾ വെളിയിലേക്ക് പോകുമ്പോൾ ക്യൂൻ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആന്റി എന്നെ പറ്റി സംസാരിക്കാറുണ്ടോ? അപ്പോൾ ബുക്കർ പറയും, അതെ, എപ്പോഴും നിന്നെ പറ്റി സംസാരിക്കാത്ത സമയമില്ല. അപ്പോഴാണ് ക്യൂൻ പറയുന്നത്, ഇത്ര കാലം ഞാൻ അവിടെ പെട്ടുകിടക്കുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ പോലെ തന്നെ അവളും വേറെ ഏതോ ഒരു നരകത്തില് പെട്ടുകിടക്കുകയാണെന്നാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവളെ പോയി രക്ഷിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഇത്രയും കാലം. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, അവൾ ഇത്രയും കാലം സന്തോഷത്തോടെ ഈ ഒരു ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുമായിരുന്നു. എന്നിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് അവൾ ഒരു തവണ പോലും ശ്രമിച്ചില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൾ 500 വർഷമായിട്ട് സ്വതന്ത്രമായിട്ട് നല്ലതുപോലെ ജീവിക്കുമായിരുന്നത്. ഇതിനിടയിൽ ഒരു വട്ടം പോലും എന്നെ രക്ഷിക്കാനായിട്ട് അവൾ ശ്രമിച്ചില്ല എന്നുള്ള ആ ഒരു ദേഷ്യമാണ് നമ്മുടെ ക്യൂനുള്ളത്. ഒരു വിധത്തിൽ അത് ശരി തന്നെയാണ്. ഇപ്പോൾ ഇവൾ ഹീറോയിനെ കൊണ്ട് അത് കഴിയാതെയൊന്നുമല്ല, പക്ഷെ അവൾ അതിന് ശ്രമിച്ചില്ല. കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത്ര ആഴത്തിലുള്ളതാണ്. അപ്പോൾ ബുക്കർ പറയും, പക്ഷെ അവളും ഒരു വിധത്തിൽ ഒരു നരകത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ക്യൂൻ പറയും, ഞാൻ അതൊരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ജോയിനെ കാണിക്കുമ്പോൾ അവൻ ഈ ഒരു പാരീസിന്റെ നഗരത്തിൽ തന്നെ നടക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മുടെ നിക്കിയും നൈലും കണ്ടുപിടിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ഓ അപ്പൊ ഇതാണോ നീ ഒറ്റയ്ക്ക് കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ജോയ് ഇവരാരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുക്കറിനെ കാണുന്നുണ്ടായിരുന്നു. അത് ഇത്രയും കാലം നിക്കിയോട് മറച്ചു വെക്കുമായിരുന്നു. ഓക്കെ, ഇപ്പൊ എന്തായാലും നീ അവനെ കാണാനായിട്ട് വന്നതല്ലേ, അവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജോയ് പറയും, ഇല്ല അവൻ നല്ലതുപോലെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അവനെ കാണാനില്ല എന്ന് പറയും. അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും ആന്റിയോട് പറയണം എന്നും പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെയും അതേപോലെ തന്നെ ജെയിംസിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ജെയിംസിനോട് പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ അവന്റെ രഹസ്യം വേറെ ആരോടും പറയത്തില്ല എന്ന് ഞാൻ അവന് സത്യം ചെയ്ത് കൊടുത്തിരുന്നു, അതുകൊണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ മറ്റൊരു വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ആ ഒരു ഡോറിൽ തട്ടാനായിട്ട് വരുമ്പോഴത്തേക്കും അകത്തു നിന്ന് ഒരാളങ്ങ് തുറക്കുന്നു. അപ്പൊ ഇത് വേറെ ആരുമല്ല, നമ്മുടെ നൈല് സ്വപ്നത്തിൽ കണ്ട ആവർത്തനുണ്ടല്ലോ അവനാണ്. ഇവന്റെ പേര് തൂഹ. ഇവൻ വേറെ ആരുമല്ല, ഇവരെ പോലെ തന്നെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരാളാണ്. ഇത്രയും കാലം നമ്മുടെ ഹീറോയിനൊക്കെ ഉള്ള ആ ഒരു സമയം മുതൽ തന്നെ ഇവനും ഉണ്ട്. പക്ഷെ ഇവൻ ഇത്രയും കാലം ഒളിച്ച് ജീവിക്കുമായിരുന്നു. ഇപ്പൊ ഹീറോയിൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാനിപ്പോ ഇവിടേക്ക് വരാനുള്ള കാരണം നിനക്ക് നൈലിനെ അറിയോ, അവളെ പറ്റി നീ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവരെല്ലാവരും എനിക്കറിയാം. ഓക്കെ, അവളൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിലൊരു സ്ത്രീ നിന്റെ അടുത്തേക്ക് വന്നതുപോലെയാണ് അവൾ കണ്ടത്. ആ ഒരു സ്ത്രീ ആരാണെന്നുള്ള കാര്യം നീ എന്നോട് പറയണമെന്ന് പറയുമ്പോൾ തൂഹ പറയും, ശരി നമുക്ക് ആ ഒരു ലൈബ്രറിയിലേക്ക് പോയിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ച് അവന്റെ ആ ഒരു ലൈബ്രറിക്ക് അകത്തേക്ക് കയറി ചെല്ലാണ്. കാണിക്കുമ്പോൾ അവിടെ ഒരുപാട് ബുക്കുകളുണ്ട്. ഈ ഒരു ബുക്കുകൾ എന്താന്ന് വെച്ചാല് ഇവൻ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ ഇവിടം വരെയും ഇമ്മോർട്ടൽസ് ആയിട്ട് ജീവിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, ഹീറോയിനെ പോലെയും അവനെ പോലെയും അവരെ പറ്റിയുള്ള ചരിത്രങ്ങളാണ് അവ എഴുതി സൂക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റാക്കിൽ മാത്രം ബുക്ക് കാണുന്നില്ല. ഇത് നമ്മുടെ ജെയിംസ് കണ്ടിട്ട്, അല്ല ഇവിടെയുള്ള ബുക്കുകളൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അത് ഡിസ്കോഡ് കൊണ്ടുപോയെന്ന് പറയും. ഏയ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നെന്ന് പറയുമ്പോൾ അതേ പേടിക്കണം. നമ്മളെപ്പോലെയുള്ള ഇമ്മോർട്ടൽസിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട ആള് അവളാണ്, അതും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. എത്ര വർഷം? നമുക്കെല്ലാവർക്കും മുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണ് ഇത്രയും കാലം ഇവരെയും കാട്ടി മുന്നിൽ ഈ ഒരു പവർ കിട്ടി ജീവിച്ചു തുടങ്ങിയതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഹീറോയിനെയും കാട്ടി പഴക്കമുള്ള ഒരാളുണ്ട്, അവരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവരാണ് ക്യൂൻ എന്ന് പറഞ്ഞിട്ട് അവളെയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, നമ്മളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ നല്ല സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്, പക്ഷേ
പിന്നീടുള്ള ഓരോ നൂറ്റാണ്ടിലും നമ്മളെപ്പോലെയുള്ള മനുഷ്യര് പല തെറ്റുകൾ ചെയ്യുന്നത് കാരണം അവളും ഒരു ദുഷ്ട മനസ്സുള്ള ഒരാളായിട്ട് മാറി. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെയും അതേപോലെ തന്നെ ക്യൂവിനെയും ആ ഒരു കാലഘട്ടത്തിൽ ഈ ജനങ്ങള് ഇവരെ രണ്ടുപേരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചല്ലോ. അതുപോലെ ക്യൂവിനെ ആണെങ്കിൽ ആ ഒരു ശവപ്പെട്ടിയിലേക്ക് അടയ്ക്കുമ്പോൾ ആ ഒരു കാര്യവും തോഹ എന്ന് പറഞ്ഞ അവനും അതേപോലെ തന്നെ ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയും ഇവര് രണ്ടുപേരും കണ്ടിരുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും അതിനെതിരെ ഒന്നും ചെയ്തില്ല. ആ ഒരു സമയം മുതലാണ് അവള് മനുഷ്യരെ വെറുത്തു തുടങ്ങിയത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇവര് രണ്ടുപേരായിരുന്നു. പക്ഷെ ഹീറോയിനെ അറിയത്തില്ല ഇങ്ങനെ രണ്ടുപേരുണ്ടെന്ന്. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ഒരു ആയുധം കടത്തല് എന്ന് പറയുമ്പോഴത്തേക്കാണ് ജെയിംസ് പറയുന്നത്, അതെ നമ്മൾ അന്വേഷിച്ചു പോയില്ലേ, അവരോടൊപ്പം ചേർന്ന് ആയുധം കടത്തുക, ഇതാണ് അവൾ ചെയ്യുന്നത്. അപ്പൊ തോഹ പറയും, എന്തായാലും അവളെ പേടിച്ചേ മതിയാവും, കാരണം ഇത്രയും കാലം ഞാൻ ഇതുപോലെ വേറെ ആരെയും പേടിച്ചിട്ടില്ല. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു ബുക്കുകളെല്ലാം കൊണ്ടുപോയിട്ട് അവൾ നമ്മളെ പറ്റി മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അപ്പോൾ എനിക്ക് ഇമ്മോർട്ടാലിറ്റി അത് നഷ്ടപ്പെട്ട കാര്യം അവൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ, ഹേയ് എത്ര കാലമായി? അപ്പോൾ ഹീറോയിൻ പറയും 6 മാസം. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഇറ്റലിയിലേക്ക് വരുന്നു. ഇറ്റലിയിൽ ആരാന്ന് വെച്ചാല് നൈല്, ബാക്കിയുള്ളവരുണ്ടല്ലോ, ഇവരെല്ലാവരും ഇവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ, ജെയിംസ്, ഇവര് രണ്ടുപേരും തോഹ എന്ന് പറഞ്ഞിട്ട് അവനെ ഇവർക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഇവരായാലും ഇത്രയും കാലം നീ എന്തിനാ ഞങ്ങളോട് മറച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞിട്ടാണ് അവനെ പറ്റി ഞാൻ വേറെ ആരോടും പറയാഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്ക് നൈല് പറയും, പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ബുക്കറിനെ കാണാനില്ല. എന്ത്? അതെ, ബുക്കറിനെ കാണാനില്ല. ഞങ്ങൾ അവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ മുഴുവൻ രക്തമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജെയിംസ് പറയുന്നുണ്ട്, ഇതിന് കാരണക്കാരി ഡിസ്കോഡ് ആയിരിക്കാം. അതെ, അവളായിരിക്കാം. അങ്ങനെ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇനിയിപ്പോ ഡിസ്കോഡിനെ പറ്റി മനസ്സിലാക്കിയേ പറ്റൂ. അവൾ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവളുടെ ഇമ്മോർട്ടാലിറ്റി, ഇതിനെ പറ്റിയെല്ലാം. അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജോയുടെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നു. അവൻ പെട്ടെന്ന് റഷ്യൻ ഭാഷയിൽ ആരോട് സംസാരിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ബുക്കറാണ്. അവനെ കാണാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിക്കിയും ജോയും ഓക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ബുക്കറിനെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവനവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ബുക്കർ പറയുന്നത്, എനിക്ക് എന്തായാലും ആന്റിയെ കാണണം എന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ തിരിച്ചു വന്ന് നമ്മുടെ ഹീറോയിനെ അവനിപ്പോ കാണുകയാണ്. എന്നിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, അവൾ പുറത്തു വന്നു. ക്യൂൻ അവൾ പുറത്തു വന്നു എന്ന് പറയുന്നതും ഹീറോയിൻ അത്രയും ഷോക്കായി. അതുമല്ല, അവനിപ്പോ എന്തോ ഒരു കുറിപ്പ് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ മാറി നിന്ന് അതിങ്ങനെ വായിക്കുമ്പോൾ ചൈനീസ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഇത് മനസ്സിലാക്കിയതും ഹീറോയിൻ ഇവരോട് യാത്ര പറഞ്ഞിട്ട്, ഓക്കെ ഞാൻ എന്തായാലും ഒരിടം വരെ പോവാണ്. ഇപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത്, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് നീ വേറെ എവിടെയോ തടവിലാക്കപ്പെട്ടിരിക്കുകയായിരുന്നെന്നാണ്. പക്ഷേ ഇത്രയും കാലം ഞാൻ മാത്രമാണ് ആ ഒരു ഇരുട്ടിൽ ജീവിച്ചത്. നീ സന്തോഷമായിട്ട് പുറത്ത് ജീവിച്ചു. പക്ഷെ നീ ഒരിക്കലും നമ്മൾ അന്ന് പറഞ്ഞ ആ ഒരു സത്യം പാലിച്ചില്ല. നമ്മൾ രണ്ടുപേരും അവസാനം വരെയും ഒരുമിച്ചിരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് നീ വരണമെന്ന് പറഞ്ഞ് അതിൽ എഴുതിയിട്ടുള്ളത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ എന്തായാലും അവിടേക്ക് പോകാനൊരു തീരുമാനം എടുക്കും. അങ്ങനെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നൈൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളും വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനോടൊപ്പം വരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ക്യൂവിനെ എനിക്കറിയാവുന്ന അത്രയും നിനക്കറിയത്തില്ല, അതുകൊണ്ട് അവളെ ഞാൻ ഒറ്റയ്ക്ക് പോയി കാണാന്ന് പറയുമ്പോൾ, ഇല്ല അതൊരിക്കലും ശരിയാവത്തില്ല. അവൾ ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളുടെ രൂപം എങ്ങനെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം തന്നെ വരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിനോടൊപ്പം തന്നെ പോവാണ്. അപ്പോൾ ഒരു വിധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്യൂൻ എന്ന് പറഞ്ഞ അവളുടെ ദേഷ്യം എന്തായാലും കറക്റ്റായുള്ള കാര്യമാണ്. കാരണം രണ്ടുപേരും മരണമില്ലാത്തവരാണ്. അതേപോലെ തന്നെ ഒരുമിച്ച് അവസാനം വരെ ജീവിക്കാൻ തീരുമാനിച്ചിട്ട് ഹീറോയും മാത്രം അവളെ അന്വേഷിക്കുന്നത് നിർത്തുകയും ചെയ്തു. എന്നിട്ട് അവൾ കൊടുത്ത ആ ഒരു നെക്ലസ് എടുത്ത് കഴുത്തിൽ വിട്ട് അവളുടെ ഓർമ്മയെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. രക്ഷിച്ചതുമില്ല, പക്ഷേ ഓർമ്മയെന്ന് പറഞ്ഞിട്ട് നടക്കുകയും ചെയ്യുന്നു. ഇതൊരിക്കലും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളും അതേ കാര്യം തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഹീറോയിൻ ഇപ്പോൾ വരികയാണ്. നൈലും കൂടെ തന്നെ ഉണ്ട്. എന്നിട്ട് അവൾ പറയും, ഞാൻ ഇവിടെ തന്നെ കാണുമെന്നും പറഞ്ഞ് ഹീറോയിൻ മാത്രം ഒറ്റയ്ക്ക് ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഇപ്പോൾ ആ ഒരു പഴയ കാലഘട്ടമെല്ലാം കാണിക്കുന്നുണ്ട്. കാരണം ഇതേപോലെ ഒരു സ്ഥലത്താണ് ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് കാണുന്നത്. അങ്ങനെ അവസാനം നടന്ന് ക്യൂവിനെ അവൾ കാണുമ്പോഴത്തേക്കും ക്യൂൻ ഇപ്പോൾ പഴയ വേഷത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് അതെല്ലാം അവൾ വെറുതെ ഓർമ്മിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ അവസാനം രണ്ടുപേരും കണ്ടുമുട്ടുമ്പോഴത്തേക്കും ഹീറോയിന് സന്തോഷമുണ്ട്, അതേപോലെ തന്നെ വിഷമമുണ്ട്. പക്ഷേ ക്യൂവിന് അവളുടെ മനസ്സിൽ ദേഷ്യം മാത്രമേ ഉള്ളൂ. കാരണം ഹീറോയിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടും അവൾ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ഇരുട്ടില് ഓരോ തവണയും മരിച്ചിട്ട് പിന്നെയും ജീവനോട് തിരിച്ചു വരുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ഒറ്റ ചിന്ത മാത്രം. പക്ഷെ നീ ഒരിക്കലും വന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയും, സോറി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ പറയും, അല്ല നീ വെളിയിൽ വന്നിട്ട് എത്ര നാളായി? മാസങ്ങളായി. എന്നിട്ട് നീ എന്നെ കാണാൻ വരാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, രക്ഷപ്പെടുത്താതെ ഇവളെ ഇപ്പോൾ കാണാൻ ചെല്ലാം. പിന്നെ കാണുന്നത് നമുക്ക് ഒരു മനസാക്ഷി തോന്നത്തില്ലേ? ഇങ്ങനെയെല്ലാം കാണിച്ചിട്ട് അവസാനം സഹതാപം കാണിച്ച് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ക്യൂൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും കാലം നീ ഒറ്റയ്ക്കാണോ ഇരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എന്നോടൊപ്പം നൈൽ, നിക്കി, ജോയ്, ബുക്കർ ഇവരെല്ലാവരും ഉണ്ട്. അവർ വിട്ട് എനിക്ക് എവിടെയും പോകാൻ കഴിയത്തില്ല, കാരണം അവരെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നീയും ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുമ്പോൾ ക്യൂൻ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. ഒന്നാമതേ അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. എന്നിട്ട് ഇപ്പം അവരോട് ചെല്ലാൻ പറയുമ്പോഴത്തേക്കും
അവൾ അതിനെ സമ്മതിക്കാതെ അവൾ പ്രതികാരം ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവൾ അനുഭവിച്ച അതേ വേദന ഇവരും അനുഭവിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഹീറോയിൻ അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അപ്പോഴേക്കും നൈലുണ്ടല്ലോ, അവളും ഇവരുടെ പുറകെ തന്നെ പോവാണ്. സത്യം പറയല്ലേ, ഇവൾ എന്തിനാണ് വെറുതെ അവരുടെ പിറകെ ചെന്ന് അടി വാങ്ങുന്നത് എന്ന് വരെ ചിന്തിച്ചു. തമാശയ്ക്ക് പറഞ്ഞതല്ല, ഈ ഒരു കഥാപാത്രം മാത്രം. സത്യം പറയല്, ഈ ഒരു മൂവിയിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നൈല്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രമാണ് നൈല്. അങ്ങനെ നൈല് നടന്നു പോകുമ്പോഴത്തേക്ക് അവളുടെ പിറകെ വേറെ ആരോ നടന്നു പോകുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഡിസ്കോഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയാണ്. അപ്പൊ അവളെ കണ്ടത് നൈല് അവളുടെ പുറകെ നടന്നു പോകും. ഇവിടെ നമ്മുടെ ഹീറോയിൻ ക്യൂവിന്റെ പുറകെ ചെന്ന് അവളെ തടയാൻ ശ്രമിക്കുമ്പോൾ ക്യൂവിനിപ്പോ ഹീറോയിനെ അടിക്കുകയാണ്. ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല വേണ്ട, അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവള് കേൾക്കത്തില്ല. ഹീറോയിനെ നല്ലപോലെ അടിക്കാൻ വരും. ഹീറോയിനെ അടിക്കാൻ വരുമ്പോഴത്തേക്കും ഹീറോയിനും ക്യൂനും രണ്ടുപേരും ഒന്നിനൊന്നും വെച്ചാണ്. കാരണം രണ്ടുപേരും പരസ്പരം നല്ലതുപോലെ തന്നെ അടിച്ചു നിൽക്കും. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ട് തോൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അത് ഇത്തിരി പാടാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ രണ്ടുപേരും വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഹീറോയിന്റെ കഴുത്തിലുള്ള ആ ഒരു നെക്ലസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ക്യൂൻ പൊട്ടിക്കും. കാരണം ആ ഒരു നെക്ലസ് അവൾ കൊടുത്തതാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നൈൽ അവിടേക്ക് വന്നിട്ട് ഹേയ് നിർത്തുന്നു പറയുമ്പോൾ ഡിസ്കോഡ് എന്ന് പറഞ്ഞ അവള് നൈലിന്റെ പുറകെ നടന്നു പോകുന്നു. അപ്പോൾ നൈല് വീണ്ടും അവളുടെ പിറകെ പോവാണ്. എന്താണെന്ന് വെച്ചാല് ഡിസ്കോഡ് ഇവരെല്ലാവരും തമ്മിലടുപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യൂൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നതും ഹീറോയിൻ അവളുടെ പിറകെ ഓടി പോകുന്നുണ്ടെങ്കിലും അവളെ കണ്ടുപിടിക്കാണ്ട് കഴിയുന്നില്ല. അതേസമയം ഡിസ്കോഡ് ഇപ്പോൾ ഒരു വലിയ ചർച്ചിനകത്തേക്ക് കയറി പോകുമ്പോൾ നൈലും അവളുടെ പുറകെ വന്നിട്ട് നൈൽ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പോൾ എന്താ വേണ്ടേ, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡിസ്കോഡ് പറയും, ഓക്കെ നീ ഒരു നല്ല ക്രിസ്ത്യാനി പെണ്ണാണ്, പക്ഷേ എങ്ങനെയാണ് ആന്റിയോടൊപ്പം നീ ഒരു കാര്യങ്ങളെല്ലാം ചേർന്ന് ചെയ്യുന്നത്? എന്താ ഒരു ദൈവമാവാനായിട്ട് ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു ദൈവമാവാനായിട്ടല്ല ശ്രമിക്കുന്നത്, ഞങ്ങൾ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതെ, എന്ന് ആന്റി മനുഷ്യരെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിയോ അന്ന് മുതലാണ് നമ്മളെ പോലെയുള്ള ഇമ്മോർട്ടൽസിന് ഈ ഒരു ലോകത്ത് ജീവിക്കാൻ കഴിയാത്തത്. കാരണം അന്ന് മുതൽ തന്നെ മനുഷ്യർ ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. അതിനെല്ലാം കാരണം ആന്റിയാണ്. അവൾ ഒരിക്കലും മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടരുതായിരുന്നു. അതുപോലെ നൈൽ, നിനക്കൊരു കാര്യം അറിയോ, നിനക്ക് വിചാരിക്കാൻ പോലും കഴിയാത്തത്ര ശക്തികളുണ്ട്, അത് നിനക്ക് അറിയത്തില്ല. അപ്പോൾ നൈല് ചോദിക്കും, അല്ല ഇതെല്ലാം വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോന്നേ, ഞങ്ങൾ ഇല്ലാണ്ടാക്കാൻ പോവാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല, നിങ്ങളെല്ലാവരെയും ഞാൻ തടയാൻ പോവാണ്. ഇതിപ്പോൾ നിന്നോട് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ രണ്ടുപേരും കണക്റ്റഡ് ആണ്. നിന്റെ ഇടത് കൈയിലെ ഒരു തഴമ്പില്ലേ, അതുപോലെ ദേ എന്റെ ഇടത് കൈയിലും ആ ഒരു തഴമുണ്ട്, നീ നല്ലതുപോലെ ആലോചിക്ക് എന്ന് പറഞ്ഞ് ഡിസ്കോഡ് അവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേക്കും നൈൽ അവളുടെ കയ്യിൽ നോക്കുമ്പോൾ അവൾ പറഞ്ഞതുപോലെ തന്നെ ഇടത് കയ്യിൽ ഒരു തഴമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഒത്തുചേർന്നിട്ട് ഡിസ്കോഡ് എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്കോഡിന് എന്തോ ഒരു കാര്യം ഇവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യം ഡിസ്കോഡിന് അറിയാം എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. പക്ഷെ അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനെപ്പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഹീറോയും പറയും, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തോഹ ഉണ്ടല്ലോ, അവനെ കാണാൻ വേണ്ടി ബുക്കർ ആ ഒരു ലൈബ്രറിക്കകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് അവൻ ചോദിക്കുന്നത്, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നൈൽ എപ്പോഴെങ്കിലും ആന്റിയായിട്ട് ഫൈറ്റ് ചെയ്ത് അവളുടെ ദേഹത്ത് ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബുക്കർ പറയും, അതെ ഇവർ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഫൈറ്റ് ചെയ്തിരുന്നു, അതിൽ ആന്റിക്ക് മുറിവ് സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും തോഹ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ദയവിടേക്ക് വാ, ഇതൊരു ബുക്കിൽ അടയാളപ്പെടുത്തിയ ഒരു കഥ മാത്രമാണ്, സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അവസാനത്തെ ഇമ്മോർട്ടൽ മറ്റൊരു ഇമ്മോർട്ടലിനെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ശക്തി അവർക്ക് നഷ്ടപ്പെടും, ഇതൊരു വിശ്വാസം മാത്രമാണെന്ന് പറയുമ്പോൾ ബുക്കർ പറയുന്നുണ്ട്, അപ്പോ ആന്റിയുടെ ഇമ്മോർട്ടാലിറ്റി നഷ്ടപ്പെടാൻ കാരണം നൈലാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിസ്കോഡ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ നൈലിനെ ഉപയോഗിച്ച് നമ്മളെല്ലാവരെയും കൊല്ലാനായിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതായിരിക്കും അവളുടെ പ്ലാൻ. എന്നിട്ട് നോഹ പറയും, മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ മുറിവേറ്റ ഇമ്മോർട്ടൽ ഉണ്ടല്ലോ, അവന്റെ ഇമ്മോർട്ടാലിറ്റി നഷ്ടപ്പെടുന്നതിന് മുന്നേ അവന്റെ ആ ഒരു ശക്തി മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണ മനസ്സോടെ തന്നെ കൊടുക്കണം. ഇതൊക്കെ സത്യമാണെന്ന് അറിയത്തില്ല, ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രം നോഹ ഇപ്പോ ബുക്കറിനോട് പറയും. അപ്പോൾ ബുക്കറിന് മാത്രമേ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ബുക്കർ ചോദിക്കും, അല്ല നമുക്ക് ഇങ്ങനെ സംഭവിക്കൂ, അവൾ മുറിവ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബുക്കർ നേരെ ഹീറോയിനെ കാണാനായിട്ട് അവളുടെ റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും, ഞാൻ നിന്നോട് യാത്ര പറയാൻ വന്നതാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും, ആ ഒരു കാര്യം ഇപ്പോഴേ പറയാന്ന് വെച്ചു. അതുമല്ലാതെ നമ്മുടെ ബുക്കർ ആന്റിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരുപാട് കാലം ഒരുമിച്ചായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിസ്കോഡിനെ കാണിക്കുമ്പോൾ അവർ നേരെ ക്യൂവിനെ കാണാനായിട്ട് വരും. ഇപ്പോൾ ഡിസ്കോഡാണ് ക്യൂവിനെ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്കോഡ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവൾ കേൾക്കത്തുള്ളൂ. അവളും ക്യൂവിന്റെ മനസ്സിലെ വെറുപ്പേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ കൊല്ലണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്കോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെയല്ല, എനിക്ക് എല്ലാവരെയും അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്യൂൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് ഞാൻ സഹായിക്കാമെന്ന് ഡിസ്കോഡ് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ആണവായുധ നിലയുണ്ട്, അവിടേക്ക് അതിക്രമിച്ച് കയറും. എന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റികളെല്ലാം കൊന്ന് ഇവർ ആ ഒരു സ്ഥലം പിടിച്ചടക്കി അതിനകത്തേക്ക് ചെല്ലാണ് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതേ സമയം ഇവിടെ
നമ്മുടെ നൈലിനെ കാണിക്കുമ്പോൾ നൈല് വെളിയിൽ നിന്നിട്ട് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോഴാണ് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്ന നമ്മുടെ ബുക്കർ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നിട്ട് പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന്, ഹേയ് നൈൽ, കുറെ നാളായി ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് മുട്ടി നോക്കിയാലോ എന്നും പറഞ്ഞ് അവനൊരു വാളും എടുത്ത് പതിയെ അവളുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യും. അപ്പൊ അവള് പറയും കുഴപ്പമൊന്നുമില്ലല്ലോ, ഹേയ് ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ തൂഹണ്ടല്ലോ, അവൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. പക്ഷേ ബുക്കർ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവൻ എന്തോ ഒരു കാര്യം തോന്നിയിട്ട് അവനും ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓക്കെ ഞാനും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ എന്നും പറഞ്ഞ് ഇവർ മൂന്നുപേരും ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ബുക്കറിന്റെ കയ്യിൽ നിന്നും ആ ഒരു കത്തി അങ്ങ് അടിച്ച് ദൂരേക്ക് കളയുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൂഹയെ വെട്ടാനായിട്ട് നൈല് മുന്നിലേക്ക് വരുമ്പോൾ അതിനിടയിലേക്ക് നമ്മുടെ ബുക്കർ അങ്ങ് കയറി കൊടുക്കും. അപ്പോൾ അവന്റെ കയ്യിലാണ് വെട്ടുകൊള്ളുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മനഃപൂർവ്വമാണ് ബുക്കർ ആ ഒരു വെട്ട് അവന്റെ കയ്യിലേക്ക് കൊള്ളിച്ചതെന്ന്. അത് തൂഹയ്ക്കും മനസ്സിലായി. അപ്പോൾ അവൻ പറയും, ഹേയ് സോറി, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറയുമ്പോൾ നൈല് പറയും, ഇല്ലല്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഏയ് സാരമില്ല, അതൊക്കെ സംഭവിക്കുന്നല്ലേ, ഞാൻ നോക്കിക്കൊള്ളാം, ഇതിപ്പോ ശരിയാവുമല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ തൂഹ പറയും, ശരി ഞാനും ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവനോടൊപ്പം ചെന്നിട്ട് ഹേയ് നീ ഇതൊരിക്കലും ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെല്ലാം കാരണമുണ്ട്. അതുപോലെ നീ പറഞ്ഞത് ശരി തന്നെയാണ്, ദേ മുറിവ് ഇതുവരെയും ഉണങ്ങിയിട്ടില്ല, എന്റെ പവർ നഷ്ടപ്പെട്ടു തുടങ്ങി. അതുപോലെ ഈ ഒരു കാര്യത്തെ പറ്റി ഒരിക്കലും നീ ആന്റിയോട് പറയരുത്, അതിനോട് സത്യം ചെയ്യണമെന്ന് പറയുമ്പോൾ തൂഹ അത് സത്യം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ബുക്കർ നേരെ മുകളിലേക്ക് ആന്റിയുള്ള ആ ഒരു മുറിയിലേക്ക് കയറി ചെന്നിട്ട് കൈയെല്ലാം ഇങ്ങനെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും അവള് പറയുന്നുണ്ട്, വല്ല കാര്യം ഉണ്ടായിരുന്നു അവളുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. ഹേയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ബുക്കർ ഇപ്പൊ ആ ഒരു കണ്ണാടിയിലൂടെ ഹീറോയിനെ തന്നെ നോക്കാണ്. വേറൊന്നുമല്ല, ബുക്കർ അവന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും ഹീറോയിനെ കൈമാറാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ചെയ്തത്. കാരണം അവന് ജീവിച്ച് മതിയായെന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ ഹീറോയിനെ അവൻ ഒരുപാട് കാലമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവളുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അത് കാരണം അവൻ പൂർണ്ണ മനസ്സോടെ ആ ഒരു കാര്യം കൈമാറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഹീറോയിന്റെ തോളിൽ ആ ഒരു മുറിവ് മാറിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കോഡും അതേപോലെ തന്നെ ക്യൂനും അവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, ആ ഒരു വലിയ ആണവ നിലയത്തിലേക്ക് ഒരു ബോംബ് കൊണ്ട് വെക്കാൻ പോകുന്നു. ഇപ്പൊ അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള കോടിക്കണക്കിന് ജനങ്ങള് മരണപ്പെടും. അതിലൂടെ ഇവരെല്ലാവരും അവിടേക്ക് എത്തിച്ചിട്ട് അവൾക്ക് ഇവരെല്ലാവരെയും പിടിക്കണം. ആ ഒരു കാര്യം കൂടിയാണ് ചെയ്യേണ്ടത്. എന്താന്ന് വെച്ചാൽ ഡിസ്കോഡിന് ഈ ഒരു ജനങ്ങളെ ഇഷ്ടമല്ല, ക്യൂവിനാണെങ്കിൽ ഇവരെ ഇഷ്ടമല്ല. അപ്പോൾ നൈല് പറയും, നമുക്ക് എന്തായാലും അവിടേക്ക് പോകാൻ കഴിയത്തില്ല, അതൊരു കെണിയാണെന്ന് പറയുമ്പോൾ നിക്കി പറയും, പക്ഷെ എന്ത് തന്നെയായാലും നമ്മളെല്ലാവരും ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അവരെ തടഞ്ഞു പറ്റൂ എന്നും പറഞ്ഞ് ഇപ്പോൾ ഹീറോയിനും ഓക്കെ നമുക്ക് എന്തായാലും ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരോട് എല്ലാവരോടും റെഡി ആവാൻ പറയും. പക്ഷെ നമ്മുടെ ബുക്കറിന് ആ ഒരു പവർ പോയെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇവരെല്ലാവരും റെഡി ആയിട്ട് ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇവർക്ക് നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മുടെ ജെയിംസ്. അങ്ങനെ ഇവർ അഞ്ചുപേരാണോ, അതെ, നൈല്, ആന്റി, നിക്കി, ജോയി, തൂഹ, ബുക്കർ, 6 പേരുണ്ട്. അപ്പൊ ഇവർ 6 പേരും അതിനകത്തേക്ക് നടന്നു ചെന്ന് നമ്മുടെ ജെയിംസ് ഇവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതനുസരിച്ച് ഉള്ളിലേക്ക് പോയിട്ട് പിന്നീട് അതിനകത്ത് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് എന്തായാലും പറയേണ്ട, ആ ഒരു ഫൈറ്റ് എന്തായാലും നല്ലതാണ്. കൂടുതൽ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സമയം പോകും. അങ്ങനെ ആ ഒരു ഫൈറ്റിനിടയ്ക്ക് നിക്കി, ജോയി, തൂഹ ഇവർ മൂന്നുപേരും ഒരു റൂമിനകത്ത് പെട്ടുപോകും. എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരെയും പിരിച്ചിട്ട് ഓരോരുത്തരായിട്ട് പിടിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ആ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി, പക്ഷെ പുറത്തിറങ്ങാൻ കഴിയത്തില്ല. അതിനു മുന്നേ തന്നെ ഇവരെ 3 പേരെ ഫ്രീസ് ആക്കും അതിനകത്ത് വെച്ച്. അങ്ങനെ അനങ്ങാൻ കഴിയാതെ ഇവർ 3 പേരെ കിടക്കുമ്പോഴത്തേക്കും 3 പേരെയും ഒരു കവറിലാക്കി അങ്ങനെ പാക്ക് ചെയ്ത് എവിടേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം നമ്മുടെ ഹീറോയിൻ ബാക്കിയുള്ള എല്ലാവരോടും ഫൈറ്റ് ചെയ്ത അവസാനം നമ്മുടെ ഹീറോയിനും ബുക്കറും മറ്റൊരു മുറിക്കകത്തായി പോവും. അപ്പൊ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തു പോയാലേ പറ്റൂ. അതുപോലെ അകത്തേക്ക് ആള് വരുന്നുണ്ട്. അപ്പോ ഹീറോയിൻ ബുക്കറിനോട് പറയും, ബുക്കർ നീ ആദ്യം പോ, ഞാൻ പുറകെ വരാന്ന് പറയുമ്പോ അവൻ പറയില്ല, നീ തന്നെ ആദ്യം പോ. ബുക്കർ എന്റെ കാര്യം നിനക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ബുക്കർ പറയുന്നത്, അങ്ങനെയല്ല, എന്റെ പവർ ഞാൻ നിനക്ക് തന്നു. എങ്ങനെ? അതൊന്നും പറയാനായിട്ട് ഇപ്പൊ സമയമില്ല എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു സീനിൽ നമ്മുടെ ഹീറോയിന്റെ മുഖത്ത് വെട്ടുമ്പോഴത്തേക്ക് ആ ഒരു മുറിവ് താനെ ഉണങ്ങിയിരുന്നു. എന്തെന്ന് വെച്ചാല് നമ്മുടെ ബുക്കറിന്റെ ആ ഒരു പവർ അവൾക്ക് കിട്ടി. അത് മനസ്സിലാക്കിയാണ് ബുക്കർ ഇപ്പൊ പറയുന്നത്. അങ്ങനെ അതനുസരിച്ച് ഹീറോയിൻ അകത്തേക്ക് പോയിട്ട് ഇവർ ഓരോരുത്തരായിട്ട് ഫൈറ്റ് ചെയ്യും. അവൾ അവിടെയുള്ള എല്ലാവരെയും കൊന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ആളുകൾ വരുന്നു. ഇത് കണ്ട ബുക്കർ എന്താ ചെയ്യുന്ന വെച്ചാല്, ഓക്കെ എന്റെ സമയം എന്തായാലും കഴിഞ്ഞു, ഇനി നമ്മൾ എന്തായാലും കാണാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ ഓടി വന്ന് ആ ഒരു ഡോർ അങ്ങ് അടച്ച് അകത്തേക്ക് വന്നിട്ട് ആ വരുന്നവരുമായിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. അതിനിടയിൽ നമ്മുടെ ബുക്കറിനെ അവർ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യാണ്. അവൻ നേരെ മരിച്ച് താഴേക്ക് വീഴുന്നു. ഹീറോയിൻ അവനെ രക്ഷിക്കാനായിട്ട് ആ ഒരു ഡോർ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് കഴിയുന്നില്ല. അങ്ങനെ ബുക്കർ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം ഇവിടെ വെച്ച് ഇല്ലാണ്ടാവുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ നൈല് ഇപ്പൊ മറ്റൊരു മുറിക്കകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് ക്യൂൻ നിൽക്കുന്നു. അപ്പൊ ക്യൂനോട് പറയുന്നുണ്ട്, ക്യൂൻ ഇതെല്ലാം നീ നിർത്ത്, ഡിസ്കോഡാണ് നിന്നെ കൂടി ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഇല്ല നിനക്കറിയത്തില്ല, ആന്റി നിങ്ങളെ വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യൂനിപ്പോ അവള് പറയുന്നതെന്ന് കേൾക്കാതെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അതിനിടയിൽ നൈൽ ഇപ്പോ ആ ഒരു വാള് കൊണ്ട് ക്യൂവിനെ വെട്ടുന്നുണ്ട്. അപ്പോൾ നൈൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പവർ പോവുമല്ലോ. അപ്പൊ കുറെ നേരമായിട്ട് ആ ഒരു രക്തപ്പോക്ക് നിൽക്കാത്തത് കൊണ്ട് ക്യൂവിന് എന്താണെന്ന് അറിയുന്നില്ല. ഹേയ് ഇത് ശരിയാവുന്നില്ല, എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് താഴേക്ക് വീഴാണ്, കാരണം അവളുടെ പവർ ഇല്ലാണ്ടായി പോയി. അപ്പോൾ നൈൽ പറയും, ഇല്ലല്ല എനിക്കറിയത്തില്ല, സോറി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പിറകെ ഡിസ്കോഡ് വന്ന്
നൈലിന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് അവളെ കുത്തി താഴേക്കിട്ട് ഡിസ്കോഡ് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഡിസ്കോഡ് എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവൾ നിൽക്കുന്ന ആ ഒരു സ്ഥലമെല്ലാം തകർത്ത് അത് കഴിഞ്ഞ് ഇവരെ അന്വേഷിച്ച് അകത്തേക്ക് വരാണ്. അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ നൈലിനെ കാണുന്നില്ല, പകരം ക്യൂൻ മാത്രം അവിടെ ഇരിപ്പുണ്ട്. അവൾ ആ ഒരു മുറിവിൽ പിടിച്ച് ആ ഒരു ബോംബിന്റെ സ്വിച്ച് ഉണ്ടല്ലോ അത് പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ക്യൂനുമായിട്ട് കുറച്ചു നേരം ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ക്യൂനും പെട്ടെന്ന് മനസ്സ് മാറുന്നുണ്ട്. എന്നിട്ട് അവൾ ആ ഒരു ബോംബിനെ പ്രസ് ചെയ്യാതെ അവൾ അത് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല നൈൽസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നതും വെളിയിൽ 2 ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ഹീറോയിൻ അങ്ങനെ വെളിയിലേക്ക് ഓടി വരുമ്പോഴത്തേക്കാണ് ഡിസ്കോഡ് അവൾ പിടിച്ച ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെല്ലാവരെയും കൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കാണ്. അപ്പോൾ ഹീറോയിനെ കാണുന്നതും അവരവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ ഓടി വന്ന് ആ ഒരു ഹെലികോപ്റ്ററിലേക്ക് ചാടി വീണ് പിടിച്ചിട്ട് തൂങ്ങിക്കയറി അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ മുകളിലേക്ക് കയറാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം അവിടെ തൂങ്ങിക്കിടന്ന് ഫൈറ്റ് ചെയ്ത് അവസാനം ആ ഒരു ഹെലികോപ്റ്ററിലുള്ള 2 പേരെ ഷൂട്ട് ചെയ്യും. ആ ഒരു ഹെലികോപ്റ്റർ തകരാറായിട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയിലും അവർ തിരിച്ച് ഹീറോയിനെ ഷൂട്ട് ചെയ്ത് താഴേക്കിടുമ്പോൾ അവൾ മരിച്ച് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾ വീണ്ടും കണ്ണു തുറക്കും. അത് വേറെ കാര്യം. അങ്ങനെ കണ്ണു തുറക്കുമ്പോഴത്തേക്കാണ് ഡിസ്കോഡ് അവളുടെ ആ ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ നിന്നിട്ട് ഹീറോയിനെ നോക്കി ആ ഒരു ഹെലികോപ്റ്ററിന്റെ ഫാൻ ഉണ്ടല്ലോ അത് വെച്ച് ഹീറോയിനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരുന്നു. തന്റെ കയ്യിലുള്ള ആ ഒരു വാളും വെച്ചിട്ട് ഓടി വന്ന് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ അടിയിലൂടെ പോയിട്ട് അതിൽ തൂങ്ങിയാൻ കിടക്കും. അപ്പോൾ ഡിസ്കോഡ് വിചാരിക്കും ഹീറോയിൻ താഴെ പോയെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ അതിന്റെ മറ്റൊരു സൈഡിലൂടെ വന്ന് ഡിസ്കോഡിനെ പിടിച്ച് നേരെ താഴേക്ക് വന്ന് വീഴാണ്. എന്നിട്ട് ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു വാളുണ്ടല്ലോ അതും എടുത്ത് ഇപ്പോൾ ഡിസ്കോഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ അവളാണെങ്കിലും വെറുതെ ഒന്നുമല്ല, വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഹീറോയിനോടൊപ്പം. കാരണം ഹീറോയിനെ കാട്ടി ഒരുപാട് വർഷം പഴക്കമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അഭ്യാസ മുറകൾ ഒരുപാട് അറിയാം. അങ്ങനെ ഹീറോയിനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരവസരത്തിൽ ഡിസ്കോഡിന്റെ കൈ മുറിയും. പക്ഷെ അത് നേരെ ആവുന്നില്ല. എന്താന്ന് വെച്ചാൽ ഡിസ്കോഡിന് ഇമ്മോർട്ടൽ ആയിട്ടിരിക്കാനുള്ള ആ ഒരു പവർ ഇല്ല. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് സത്യത്തിൽ ഡിസ്കോഡിന് ആവശ്യം നൈലിന്റെ ആ ഒരു പവറാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുമല്ല ഡിസ്കോഡ് ഇപ്പൊ ആ ഒരു സത്യം പറയാണ്, നിന്റെ സുഹൃത്തുക്കളുടെ പവർ എല്ലാം ഞാൻ നൈലിനെ കൊണ്ട് എടുപ്പിക്കും. കാരണം അവൾക്ക് മാത്രമേ എല്ലാവരുടെയും പവർ എടുക്കാനുള്ള ആ ഒരു കഴിവുള്ളൂ. കാരണം അവസാനത്തെ ആള് അവളാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് മനസ്സിലായി അവളുടെ പവർ പോകാനായിട്ടുള്ള കാരണം എന്താണെന്നും ആ ഒരു കാര്യം മനസ്സിലാക്കിയാണ് ബുക്കർ അവന്റെ പവർ ഇവൾക്ക് കൊടുത്തതെന്നും. അപ്പോൾ ഹീറോയിൻ പറയും, നീ എന്ത് ചെയ്താലും അവരാരും അതിന് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം അവരെന്തായാലും സമ്മതിക്കത്തില്ല. പക്ഷേ അവര് ചിത്രവാദം ചെയ്തു കഴിഞ്ഞാൽ അവരെന്തായാലും അത് സമ്മതിക്കും. അത് സാധ്യമാണെന്നും പറഞ്ഞ് ഹീറോയിനോട് ഇപ്പോൾ വീണ്ടും ഫൈറ്റ് ചെയ്ത് അവസാനം ആ ഒരു ഫൈറ്റിനിടയിൽ ഹീറോയിന് ആ ഒരു വാള് കൊണ്ട് 2-3 കുത്ത്. ഈ കുത്തുകൊണ്ട് ഹീറോയിൻ താഴെ വീഴുന്ന ആ ഒരു ഗ്യാപ്പില് ഡിസ്കോഡ് ആ ഒരു ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നീ എവിടെ പോയാലും നിന്റെ പുറകെ ഞാൻ ഉണ്ടാവും, നിന്നെ തേടി ഞാൻ വന്നിരിക്കുമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഹീറോയിൻ കാണിക്കുമ്പോൾ അവളുടെ കൂടെ ഒരുപാട് ഹെലികോപ്റ്ററിൽ ഒരുപാട് സഹായികളുണ്ട്. അപ്പോൾ വലിയൊരു ടീമിനാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ പോവേണ്ടത് എന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇനിയിപ്പോ ഹീറോയിനോടൊപ്പം വേറെ ആരുമില്ലല്ലോ. കാരണം കൂടെയുള്ള എല്ലാവരും അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഹീറോയിൻ അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ക്യൂൻ നിൽക്കുന്നു. അതുമല്ല ഹീറോയിൻ ഇപ്പോൾ ഇവരുടെ ആ ഒരു ലൈബ്രറിക്ക് അകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരുപാട് ബുക്കുകളെല്ലാം നല്ലതുപോലെ വായിച്ചു നോക്കി എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ക്യൂവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ആ ഒരു മുറിവ് നോക്കുമ്പോഴത്തേക്ക് അത് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് ഹീറോയിൻ നല്ലതുപോലെ ആ ഒരു ബുക്കെല്ലാം വീണ്ടും വായിച്ചിട്ട് അവളുടെ ആ ഒരു ടീമിനെ മിസ് ചെയ്യാനായിട്ട് ഹീറോയിനെ കൊണ്ട് കഴിയത്തില്ല. കാരണം ഇത്രയും നൂറ്റാണ്ടുകളോളം ഹീറോയിൻ ആ ഒരു ടീമിനോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ ഹീറോയിൻ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ക്യൂൻ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കാരണം ക്യൂവിന് വീണ്ടും അവളോടുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അത് വീണ്ടും തോന്നി തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ക്യൂനും പുറകെ വന്ന് നിൽക്കുന്നു. അപ്പൊ ക്യൂൻ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ലായിരുന്നു അവളൊരു മോർട്ടലാണെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, അതൊക്കെ പോട്ടെ, ഞാൻ എന്തായാലും അവരെ കണ്ടുപിടിക്കാൻ പോവാണ്. ചോദ്യം എന്താന്ന് വെച്ചാല് നീ എന്നോടൊപ്പം ചേർന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ക്യൂൻ പറയും അല്ല എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെയുള്ള ആ വാളെടുത്ത് നീ എന്നോടൊപ്പം ചേർന്നിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ മുന്നേ പോകുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല, ഇത്തവണ എന്തായാലും ഞാൻ തന്നെ മുന്നേ പോകും, കാരണം നീ എന്റെ കൂടെയാണ് വരാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റിംഗ് സ്കിൽ എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് ഇനി പ്രത്യേകം പറയേണ്ടതില്ല, ഈ ഒരു രണ്ടുപേരുടെ പോരാട്ടമായിരിക്കും ഇനി. അതെന്താണെന്ന് ഇവന്മാർ ഇനി അടുത്ത പാട്ട് ഇറക്കിയാലേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി ചിലപ്പോൾ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇറക്കുമ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. അതുവരയ്ക്കും നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. ആ ഒരു സമയം കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഒരുപാട് മൂവീസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു ഫസ്റ്റ് ചാനലുണ്ട്. ഈ ഒരു ചാനലിൽ കാണുന്ന പലർക്കും ആ ഒരു കാര്യം അറിയത്തില്ലാന്ന് തോന്നുന്നു. SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ എന്നാണ് ആ ഒരു ചാനലിന്റെ പേര്. ഇത് 2.0 രണ്ടാമത്തെ ചാനൽ, അത്രമാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ചെക്ക് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ കമന്റിലും പിൻ ചെയ്ത് വെക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും
ബൈ.